ഒമൻ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുമിൾനാശിനിയാണ് ബോഡോ മിശ്രിതം. ഈ ബോഡോ മിശ്രിതം ഉണ്ടാക്കുക മിക്കവാറും എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ആദ്യമായി ഉപയോഗിക്കപ്പെട്ട കീടനാശിനി ബോഡോ മിശ്രിതമാണെന്ന് കരുതുന്നു. അപകടരഹിതവും വിഷാംശം കുറഞ്ഞതും പരിസര മലിനീകരണം ഏറ്റവും കുറഞ്ഞതുമായിട്ടുള്ള ജൈവ കീടനാശിനികളാണ് നാം കൂടുതലും ഉപയോഗിക്കേണ്ടത്. അത്തരത്തിലൊരു കുമിൾനാശിനിയാണ് ബോഡോ മിശ്രിതം. 1882 യൂറോപ്പിൽ മുന്തിരിവള്ളികൾക്ക് മേൽ പടർന്നു പിടിച്ച ഡൗണി മിൽഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പൗഡർ മിൽഡ്യൂ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഇലകളുടെ മുകളിൽ വരുന്നതാണ്. ഡൗണി മിൽഡ്യൂ എന്ന് പറഞ്ഞാൽ ഇലകളുടെ അടിയിൽ വരുന്നതാണ്. അപ്പോൾ യൂറോപ്പിലാകമാനം 1882 പടർന്നു പിടിച്ച ഡൗണി മിൽഡ്യൂ എന്ന അസുഖത്തിന് ഫലപ്രദമായ ചികിത്സ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിവിധി അന്വേഷിച്ച് നടക്കുന്ന അവസരത്തിലാണ് ബോഡോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ മുന്തിരിവള്ളികളിൽ ചുണ്ണാമ്പ് തേച്ച ഭാഗങ്ങളിൽ ഈ അസുഖം വന്നിട്ടില്ല എന്ന് കണ്ടെത്തുകയും അങ്ങനെ അതിനെ തുടർന്നാണ് തുരിശും ചുണ്ണാമ്പും കൂടി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ നീറ്റുകക്കയും കൂടി ചേർത്തുകൊണ്ട് ബോഡോ മിശ്രിതം കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഏറ്റവും നല്ല കുമിൾനാശിനിയായിട്ട് തന്നെയാണ് ഇന്നും ബോഡോ മിശ്രിതം അറിയപ്പെടുന്നത്. ബോഡോ മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ബോഡോ മിശ്രിതം ശരിയാക്കി ഉപയോഗിച്ച് കഴിഞ്ഞ ആളുകൾ അത് ബാലൻസ് വരികയാണെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് പിന്നീട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഇന്ന് ബോഡോ മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 10 ലിറ്റർ ബോഡോ മിശ്രിതം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി ആവശ്യമുള്ളത് തുരിശും നീറ്റുകക്കയും വെള്ളവുമാണ്. 100 ഗ്രാം തുരിശും 100 ഗ്രാം നീറ്റുകക്കയും എടുക്കുക. ഒരു 10 ലിറ്റർ വെള്ളവും എടുക്കുക. ഒരു 5 ലിറ്റർ വെള്ളവുമായി തുരിശ് കലർത്തി വെക്കുക. അതുപോലെ തന്നെ 5 ലിറ്റർ വെള്ളവുമായി നീറ്റുകക്കയും നന്നായിട്ട് മിക്സ് ചെയ്ത് ലയിപ്പിച്ച് വെക്കുക. ഇത് പ്ലാസ്റ്റിക് ബക്കറ്റിലായിരിക്കണം. ലോഹ ബക്കറ്റുകളിലാണെങ്കിൽ അവിടെ രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റിലായിരിക്കണം. ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന കമ്പോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പ്ലാസ്റ്റിക്കോ മരമോ മറ്റു കൊണ്ടുള്ളതായിരിക്കണം. അപ്പോൾ തുരിശ് 5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീറ്റുകക്കയും 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നീറ്റുകക്കയിലേക്ക് ഈ തുരിശ് ലായനി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഒരിക്കലും ചുണ്ണാമ്പ് വെള്ളം തുരിശിലേക്ക് ഒഴിക്കരുത്. തുരിശ് ലായനി ചുണ്ണാമ്പ് വെള്ളത്തിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നീറ്റുകക്ക നന്നായിട്ട് ലയിപ്പിച്ച് ഇളക്കി വെച്ചിരിക്കുന്ന ആ ബക്കറ്റിലേക്ക് 5 ലിറ്റർ തുരിശ് ലായനി ഒഴിച്ചു കൊടുക്കുക. 100 ഗ്രാം തുരിശ് 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കിയിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ കൂട്ട് കൃത്യമാണോ എന്നറിയുന്നതിനായിട്ട് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ നല്ലൊരു ഇരുമ്പിൻ്റെ കത്തിയോ 2 മിനിറ്റ് നേരം ഈ ലായനിയിൽ മുക്കി പിടിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ കത്തിയോ ബ്ലേഡോ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ ചെമ്പിൻ്റെ അംശം കാണുകയാണെങ്കിൽ കുറച്ചുകൂടി കക്ക ലായനി ഒഴിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെടുന്നില്ല എങ്കിൽ ആ ബോഡോ മിശ്രിതം കൃത്യമായിട്ടുള്ള കൂട്ടാണ്. ഈ ബോഡോ മിശ്രിതം നമുക്ക് നേരിട്ട് തളിക്കാവുന്നതാണ്. റബ്ബറിനോ പ്രധാനമായിട്ടും ഈ ബോഡോ മിശ്രിതം തെങ്ങിൻ്റെ മണ്ട ചീയൽ, തെങ്ങിൻ്റെ ചെന്നീരലിപ്പ്, പിന്നെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, കമുകിൻ്റെ മഹാളി എന്ന് പറയുന്ന അസുഖം, റബ്ബർ, മാവ്, കശുമാവ് തുടങ്ങിയവയിലെ പിങ്ക് രോഗം, ഇവയ്ക്കൊക്കെ ഫലപ്രദമായിട്ട് ഉള്ള ഒരു കുമിൾനാശിനിയാണ് ഈ ബോഡോ മിശ്രിതം. റബ്ബർ, കശുമാവ്, മാവ് ഇവയിലൊക്കെയുള്ള പിങ്ക് രോഗത്തിന് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ബോഡോ മിശ്രിതത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.